മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ ടീനേജിൽ കൗമാരത്തിലെ കുഞ്ഞുങ്ങളെ കരുതേണ്ട വിധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഈ കൗമാരം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ 18 വയസ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ മേജറായി തീരുകയാണ്. എന്ന് പറഞ്ഞാൽ 30 വയസ്സുള്ള പീരീഡിൽ അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഹയർ സ്റ്റഡീസിന് പോകുന്നവരുണ്ട്, അല്ലാത്തവർ ഏതെങ്കിലും ജോലി അന്വേഷിച്ച് പോകുന്നതായിട്ടും കാണും. എന്നാൽ ഈ ടീനേജേഴ്സിൽ വന്ന കുരുക്കിനകത്ത് അകപ്പെട്ടു പോയവർ പലതരമായിട്ടുള്ള പ്രശ്നങ്ങളെ പല ചലഞ്ചസിൽ ഫേസ് ചെയ്യുന്നതായിട്ട് കാണും. വരുന്ന പല പ്രയർ റിക്വസ്റ്റുകളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അതിൽ വരുന്ന പ്രയർ റിക്വസ്റ്റുകൾ പ്രധാനമായിട്ട് കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുന്നില്ല, രണ്ടാമത് കുഞ്ഞുങ്ങളുടെ അവരുടെ മൊബൈൽ യൂസേജ് അത് വലിയൊരു വിഷയമാണ്, മൂന്നാമത് അവർ പലതിനും അഡിക്ഷനായിരിക്കുന്നു, അവരുടെ ടൈം പ്രത്യേകിച്ച് ഗെയിം അഡിക്ഷനുണ്ട്, അതുപോലെ പ്രോണോഗ്രഫി അഡിക്ഷനുണ്ട്, മൂന്നാമത് മറ്റുള്ള വൈസസ് മദ്യപാനം അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ അഡിക്ഷനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പ്രയർ റിക്വസ്റ്റുകളായിട്ട് വരാറുണ്ട്. ഇത് ഈ പീരീഡ് എന്ന് പറയുന്നത് പലതും നേരത്തെ തന്നെ പല കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ +2 വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് കഴിയുമ്പോഴേ 20 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴാണ് ഈ ഒരു ഷിഫ്റ്റിലേക്ക് വരുന്നത് അതായിട്ട് കാണുന്നത്. 30 വയസ്സൊക്കെ ആകുമ്പോൾ ഇപ്പോഴെല്ലാം ലേറ്റായിട്ടാണ് മാരേജ് വരുന്നത്. 28-30 വയസ്സൊക്കെ കഴിഞ്ഞാണ് മാരേജ് വരുന്നത്. ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡാണ്. 18 തൊട്ട് 30 വയസ്സ് വരെയുള്ള പീരീഡിൽ യൂത്തിൻ്റെ ഒരു പ്രൈം യൂത്തായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് പേരൻസിന് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. പലതും അവർ വീട്ടിൽ വരത്തില്ല, ചിലപ്പം എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാൽ പോലും ചിലപ്പം 3-4 ദിവസം കഴിഞ്ഞായിരിക്കും വീട്ടിൽ വരുന്നത്. ഇങ്ങനെയുള്ള ഇഷ്യൂസ്, പിന്നെ എല്ലാം കണക്ടിവിറ്റി ഉണ്ടല്ലോ, ഇപ്പം മൊബൈലുണ്ട്, വിളിച്ച് പറയും ഞാൻ ഇന്നിടത്താണെന്ന്. നമ്മളിപ്പം അവിടെ ടവറൊന്നും അന്വേഷിക്കാനായിട്ട് പോയ വിജിലൻസ് ഒന്നും നടത്തത്തില്ലല്ലോ, ഇന്നിടത്താണെന്ന് പറയും, അത് വിശ്വസിക്കുക എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു വാർത്ത, കഴിഞ്ഞ ആഴ്ചയിലുള്ളൊരു വാർത്ത ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതിൽ കിടക്കുന്ന ഇതാണ്, മക്കൾ ലഹരിയുടെ പിടിയിൽ ഭയന്ന് കേരളത്തിലെ അമ്മമാർ. ഇതാണ് വാർത്ത, നിങ്ങൾക്ക് വായിക്കാം. ഇത് നിയമസഭയിലെ ഒരു അടിയന്തര പ്രമേയം വിഷ്ണുനാഥ് കൊണ്ടുവരുന്നതായിരുന്നു, MLA കൊണ്ടുവന്നൊരു കാര്യമാണ് നിയമസഭയിൽ. കേരളം ഇന്ന് ലഹരിയുടെ പിടിയിലകപ്പെട്ട് ഭയന്ന് വിറയ്ക്കുന്ന അമ്മമാർ, അതുപോലെ തന്നെ പിതാക്കന്മാർ. അപ്പോൾ ഇതൊരു പ്രതിഭാസം കേരളത്തിന് പുറത്തും, കേരളത്തിലെ പുറത്തുള്ളതൊന്നും അത്രയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, എന്നാലും കേരളത്തിലെ പുറത്തും ഒക്കെ കാണുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ആവുന്നൊരു കാര്യമേ ഉള്ളൂ, നമ്മുടെ യൂത്തൊക്കെ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ, വീട്ടിൽ നിന്ന് അവർക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവഭയത്തിൽ വളർന്നു വരാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ പലപ്പോഴും മിസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഹൗ ടു ഡീൽ വിത്ത് ദം, അവരെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഇൻഫൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബാല്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ വെച്ച് ട്രെയിൻഡ് ആയില്ലെങ്കിൽ കൗമാര പ്രായത്തിൽ വരുമ്പം കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ട്രെയിൻഡ് ആവാൻ. അവിടെയും ട്രെയിൻഡ് ആയില്ലെങ്കിൽ പിന്നെ യൂത്ത് വന്നു കഴിയുമ്പോഴേ യൂത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥയെന്ന് നമുക്ക് കാണാം. അത് ഈ കൗമാരപ്രായത്തിലെ റിബല്യസ് ആയ കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ യൂത്തിൽ അവരുടെ ഫാമിലി ആയിട്ടുള്ള കണക്ഷൻസ് എല്ലാം അവർ ബ്രേക്ക് ചെയ്യും. ഇപ്പോഴേ വരുമാന മാർഗങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ചുരുക്കമാണ്. കാര്യം ഏത് രീതി വേണമെങ്കിലും ജോലി ചെയ്യാം. ഇൻ്റർനെറ്റ് വഴി ജോലി ചെയ്യാൻ പറ്റുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്നതുകൊണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം നെഗറ്റീവായിട്ട്
നമുക്കറിയാവുന്നതാണ്. ഈവൻ കാരിയേഴ്സ് ഓഫ് ഡ്രഗ്സ് അങ്ങനെ പോലും സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഡ്രഗ് അഡിക്ഷനുമായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്താ കാണുന്നത് വെച്ചാൽ ഇവർ കുടുംബങ്ങളായിട്ട് നോ കമ്മ്യൂണിക്കേഷൻ, നോ കണക്ഷൻ. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? ദേ വാണ്ട് കറക്ഷൻ. അവർ കുഞ്ഞുങ്ങൾ കറക്റ്റ് ആവണം, നല്ല നിലയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ കറക്ഷൻ ബാല്യകാലത്ത് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാൻ വിട്ടുപോയതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ബാല്യകാലത്ത് ട്രെയിൻ ചെയ്യാനുള്ള ആളിനെ കൗമാരത്തിലും യൂത്തിലും വന്ന് ട്രെയിൻ ചെയ്താൽ, അത് കുറച്ചുകൂടെ കൂടിയാൽ പിന്നെ അവിടെ ഒരു ഒരു റൈവലറി അല്ലെങ്കിൽ ഭവനത്തിൽ നിന്നുള്ള കണക്ഷൻ തന്നെ ബ്രേക്ക് ചെയ്ത് പോകുന്നൊരു അനുഭവമാണ് കാണുന്നത്. അതുകൊണ്ട് സ്ട്രെങ്തനിങ് ഇമോഷണൽ വാല്യൂസ് ഇൻ ദ ഫാമിലി, വൈകാരിക ബന്ധം, വൈകാരികമായ കരുതൽ അതിന്ന് ആവശ്യമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം ഫാമിലിയിലുണ്ട്. നേരത്തെ പറഞ്ഞതാണ്, ഒരിക്കൽ രണ്ടാമത് പറഞ്ഞാണ്, ഇനിയും പറയുന്ന ഒരു ബൈബിൾ സ്റ്റഡിയാണ് പറയാൻ പോകുന്നതാണ്. ഐസക് ആൻഡ് റിബേക്ക ഫാമിലി. അബ്രഹാം തീരുമാനമെടുത്തു, ഇസാക്കിന് ഒരു തക്കതായൊരു തുണ വേണം. അങ്ങനെ റിബേക്കയെ പോയി സെലക്ട് ചെയ്തു. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്, ഒരിക്കൽ പറഞ്ഞതാണ്. അതിനകത്ത് 5 പേര് ഇൻവോൾവ് ചെയ്ത കാര്യം പറഞ്ഞു. അത് അങ്ങനെയാണ് ആ മാരേജ് നടന്നത്. അതിനകത്ത് ദൈവീകമായിരുന്നു. ഇത് മാത്രവുമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇസാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇസാക്ക് ദൈവീകമായിട്ട് വളർത്തപ്പെട്ട ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് എന്താണ്, ഇസാക്കിന് വേണ്ടി ഒരു വധുവിനെ അന്വേഷിച്ച് പോയപ്പോൾ ഇസാക്ക് വെളിമ്പ്രദേശത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, അവരുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി വെളിമ്പ്രദേശത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം. ഇതൊക്കെയാണ് ഇന്ന്. ആ രീതിയിലുള്ളൊരു ഫാമിലി സെറ്റപ്പ് അല്ല ഇപ്പോഴേ. അങ്ങനൊരു സെറ്റപ്പ് അല്ല ഇപ്പോഴുള്ളത്. യൂത്തിൻ്റെ ചിന്തകളെന്ന് പറഞ്ഞാൽ പുതിയ മോഡേൺ ട്രെൻഡിൽ അവരൊരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, തലയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. സാധാരണ ഒരു മനുഷ്യൻ്റെ ചിന്ത 60,000 തൊട്ട് 80,000 പെർ ഡേ ആണെങ്കിൽ ഇന്നത്തെ യൂസിൻ്റെ ചിന്ത 1,00,000 മേളിലാണ് പെർ ഡേ അവിടെ. ഈ ചിന്തയൊക്കെ തന്നെ കൂടുതലും പല കാര്യങ്ങളുള്ള പ്ലാനിങ്ങും ആങ്സൈറ്റിയും കൊണ്ടുള്ള ചിന്തകളാണ്. ഇവിടെ എല്ലാം തന്നെ എന്താണ്, ഈ ആങ്സൈറ്റിയിലും പ്ലാനിങ്ങിലും ഒക്കെ എന്താ ചെയ്യുന്നത്, സാത്താൻ കയറും. എന്നാൽ തീരുമാനം എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ്, അത് എടുക്കാനായിട്ട് ദൈവം സഹായിക്കുമ്പോഴാണ് ആ ഡിസിഷൻ മേക്കിംഗ് എൻ്റെ പൂർണ്ണതയിൽ വരുന്നത്. അതിനകത്ത് വിശ്വാസം, ഫെയ്ത്തിൻ്റെ ആവശ്യമുണ്ട്. കൊച്ചുങ്ങളെ ചെറുപ്പത്തിലെ ആ ഫെയ്ത്തിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ് എല്ലാം പ്രോപ്പറായിട്ട് വരും ഇസാക്കിൻ്റെ ജീവിതം. എന്നാൽ ഇന്ന് കാണുന്നത് അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്. പെരുമാറ്റ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതൊക്കെ എങ്ങനെയാണ് വന്നത്? പെരുമാറ്റ വൈകല്യങ്ങൾ മാതാപിതാക്കളിൽ നിന്നും കുറേ ഇമ്പാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരിടത്ത് കണ്ണൂർ ഇറച്ചി കിട്ടാഞ്ഞിട്ട് അമ്മയെ കൊന്നു. ഇവിടെ തിരുവനന്തപുരത്ത് അച്ഛനെ വെട്ടിക്കൊന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇങ്ങനെ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ചു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം ആ ട്രെയിനിങ്ങിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് ഇതെല്ലാം വന്ന് അൾട്ടിമേറ്റ്ലി വരുന്നത്. അല്ലാതെ ഇത് ഒരു സുപ്രഭാതത്തിൽ ഓടി വന്ന് അച്ഛനെ വെട്ടിക്കൊല്ലുമെന്നല്ല. ട്രെയിനിങ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ നമുക്കത് പത്രദ്വാര വന്നാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. 5 വർഷമായിട്ട് പേരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് നമ്മൾ വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് പറയാം. മാതാപിതാക്കളുടെ ജീവിതമാണ് കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകേണ്ടത്. അതുകൊണ്ട് അവരെ വാക്കുകൊണ്ട് ശരിയാക്കാം എന്നതിൽ അഡ്വൈസ് കൊടുത്ത് ശരിയാക്കാം എന്നൊക്കെ പറയുന്ന വെറും മിഥ്യയാണ്. അത് നടക്കത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അവർ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല, പറയുന്നതൊക്കെ വിപരീതമായിട്ട് പോകും. കൗമാരപ്രായത്തിൽ പ്രത്യേകിച്ച് ആ സമയത്ത് അതങ്ങ് റെസിസ്റ്റൻ്റ് ആവും, റിബല്യസ് ആവും. അതുകൊണ്ട് ആ ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വാക്കുകൊണ്ട് അവരെ നന്നാക്കാം എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുക തന്നെ വേണം. അപ്പനും ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ മൊബൈലെടുത്ത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, അമ്മയും വേറൊരിടത്തിരുന്ന് ഇങ്ങനെ മൊബൈൽ വരച്ചുകൊണ്ടിരിക്കും. കൊച്ചും കൂടെ പറയാം മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? അവർ അത് യൂസ് ചെയ്തതിനാണ് അപ്പനും അമ്മയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്,
ഈ എവർക്കൊന്നും തന്നെ ഈ യൂത്ത് ഇപ്പോഴത്തെ നിലവിലുള്ള യൂത്ത്സിന് ഒന്നും തന്നെ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒരിക്കലും ഞാൻ പറഞ്ഞു, പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബത്തിലെ പേരൻസിനെ കൂടാതെ തന്നെ അവരുടെ അടുത്ത പല തലമുറകൾ, വല്യപ്പനെ വല്യമ്മ, അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അവരുടെ ഭാര്യമാരൊക്കെ ഉള്ളപ്പോൾ ഡോട്ടറിലോ മദറിലോ സണ്ണിലോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ആരെങ്കിലും വരുമ്പോൾ അതൊക്കെ ഏതൊക്കെ രീതിയിൽ തരണം ചെയ്തു എന്ന് ഈ കുഞ്ഞുങ്ങൾ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർക്കത് അറിയത്തില്ല. അതുകൊണ്ട് എന്താ അവർ ചെയ്യുന്നത്? അവർ ഈ പ്രതിസന്ധി വരുമ്പോൾ അറിയാത്ത ആരോടെങ്കിലും അവർ ചാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇന്ന് ചാറ്റിംഗ് ഉണ്ടല്ലോ, അനോണിമസ് ചാറ്റിംഗ്. അറിയുന്നവരോട് പറയത്തില്ല, അറിയാത്തവരുമായിട്ട് ബന്ധം സ്ഥാപിക്കും. അറിയുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം അവരറിയുമല്ലോ. അതുകൊണ്ട് ഒരു ന്യൂ റിലേഷൻഷിപ്പ് എനർജി അവിടെ ഉണ്ടാകണം, പുതിയ ബന്ധം തുടങ്ങാനുള്ള ഒരു എനർജി ഇന്ന് ഇത് ധാരാളമായിട്ടുണ്ട്. അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം ഇത് ഒരാളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് വരും. കാരണം ഡോപ്പമിൻ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന എൻസൈംസ് വർക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട്, അതിൻ്റെ ലെവല് താഴെ വരുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുവാനായിട്ടുള്ള താല്പര്യം. ഇത് സാധാരണ 6 മുതൽ 2 വർഷം വരെ നിലനിൽക്കൂ എന്നാണ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് പറയുന്നത്. ഇത് ഒരു 6 വർഷം തൊട്ട് 2 വർഷം വരെയൊക്കെ നിലനിൽക്കുമെന്ന് പറയുന്നു. അന്നേരം ഈ 2 വർഷം കഴിയുമ്പോൾ മനഃശാസ്ത്രം പറയുന്നത് ഇങ്ങനെ അത് കഴിയുമ്പോൾ അത് തന്നെ സബ്സിഡൈസ് ചെയ്തില്ലാതാവും. പ്രണയമൊക്കെ ഇതുപോലെയാണ്. നേരത്തെ പറഞ്ഞ കൗമാരപ്രായത്തിൽ തുടങ്ങുന്ന പ്രണയമായാലും അല്ലെങ്കിൽ ഒരു 10-25 വയസ്സിൽ താഴെ തുടങ്ങുന്ന പ്രണയമായാലും ഒക്കെ ഇതൊക്കെ ഈ അങ്ങനെ 2 വർഷം കൊണ്ട് മിക്കവാറും അതൊക്കെ ഏതെങ്കിലും രീതിയിൽ അങ്ങ് പോകും. ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്, സാഹചര്യങ്ങളനുസരിച്ച്. എന്ന് വെച്ചാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ടേൺസ് ടു സിറ്റുവേഷൻഷിപ്പ്. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: an undefined or casual relationship without clear labels, commitments or long-term expectation. ഒരു ലോങ് ടേം വിഷനോ ഗോളോ ഒന്നുമില്ല, ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ്. എല്ലാം അങ്ങനെ കാഷ്വൽ അപ്രോച്ചാണ് ഇന്ന് യൂത്തിൻ്റെ ഇടയിലെല്ലാം കാണുന്ന. ഏതെങ്കിലും സാഹചര്യത്തിൽ കുറച്ച് നാളത്തേക്കുള്ള ബന്ധം. ഈ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈവൻ ജീവിതത്തിലുള്ള പല ഡിസിഷൻ മേക്കിങ്ങിലും അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോലെ മാരേജിൽ പോലും കൂടുതൽ ഡൈവേഴ്സ് വരുന്ന കാര്യം. ഓൾ തിങ്സ് ആർ ടേക്കിംഗ് ഇറ്റ് കാഷ്വൽ. ഫെയ്ത്തിൻ്റെ കാര്യത്തിലായാലും കാഷ്വലാണ്. ഈവൻ എംപ്ലോയിൻ്റെ കാര്യത്തിൽ പോലും കാഷ്വലാണ്. കാരണം ഒരു ജോബ് കഴിഞ്ഞാൽ വേറൊരു ജോബ് കിട്ടും. അതുകൊണ്ട് ദാറ്റ്സ് എ കാഷ്വൽ അപ്രോച്ച്. അതുകൊണ്ട് പുതിയ ഒരുപാട് ടെർമിനോളജീസ് ഇന്ന് യൂസിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ പുതിയ ടെർമിനോളജീസൊക്കെ പേരൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഗ്യാസ് ലൈറ്റിംഗ്. ബന്ധത്തിലൊരു സംശയത്തിൻ്റെ നിഴൽ നിർത്തി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. അതാണ് അതിൻ്റെ മീനിങ്, ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ബന്ധത്തിൽ ഒരു സംശയത്തിൻ്റെ നിഴൽ നിർത്തി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. അതുപോലെ ബ്രെഡ് ക്രംബിങ് എന്ന് പറയുന്നത്, ഞാനൊരു ബന്ധത്തിലാണ്, ആ ബന്ധം മാത്രം പോരാ, അതിനപ്പുറത്തൊരു ബന്ധം വേണം. അത് പറഞ്ഞിട്ട് ഒരു അക്കോമഡേറ്റീവായിട്ട് ഒരാൾ വേറൊരാൾ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. കുറച്ച് ബ്രെഡ് അവിടെയും ഇവിടെയും കൊടുക്കുന്ന രീതിയിൽ. മൂന്നാമതൊരു വേർഡാണ് ലവ് ബോംബിങ്. ലവ് ബോംബിങ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം തോന്നുന്ന ആളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി. ലേഡീസ് സംബന്ധിച്ചോളം ടാറ്റൂയിങ് ഇൻ ദ ബ്രസ്റ്റ്, സ്തനത്തിൽ ടാറ്റു നടത്തുന്നു. ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ പേര് ടാറ്റു ചെയ്ത് വെക്കുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചോളം ടാറ്റൂയിങ് അറ്റ് ദ ഇന്നർ ലിപ്സ്, ചിറിക്കകത്ത്, ചുണ്ടിനകത്ത് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പേര്. അതൊക്കെ ഭയങ്കര വേദനാജനകമാണ്, അത് ടാറ്റു ചെയ്യുന്നു. അതുപോലെ ക്യാറ്റ് ഫിഷിങ് പൂച്ച ഒളിച്ചിരുന്നിട്ട് മീൻ പിടിക്കുന്ന പോലെ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ കൂടി ചാറ്റ് ചെയ്യുക. ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ ചെയ്യുക. ഇത് എല്ലാം തന്നെ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ഫിനോമിനയാണ്. ഇതെല്ലാം തന്നെ ഒരുപാട് ന്യൂമറസ് റിലേഷൻഷിപ്പ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം, യൂസിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ മോർ ഫോക്കസ് ഓൺ ഈവൻസ്.
ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വലിയ താല്പര്യം. സെലിബ്രേഷനാണ്, എല്ലാ കാര്യങ്ങളും സെലിബ്രേഷൻ ആൻഡ് എൻജോയ്മെൻ്റാണ്. ദർ ഇസ് നോ എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ സസ്റ്റെയിനിങ് ആയിട്ടുള്ളൊരു നിലനിൽപ്പില്ല, തുടർമാനമായിട്ടൊരു നിലനിൽപ്പില്ല. ജീവിതത്തിൽ അതാണല്ലോ ആവശ്യം, കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്നല്ലേ. അതുകൊണ്ടല്ലേ നേരത്തെ പറഞ്ഞ ഡൈവേഴ്സൊക്കെ കൂടുന്നത്. കല്യാണത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, കല്യാണത്തിൻ്റെ പവിത്രതയൊക്കെ നമുക്കറിയാവുന്ന. ഇപ്പം കല്യാണത്തിൽ കൂടുതൽ സെലിബ്രേഷനാണ്. പ്രാർത്ഥിക്കാനുള്ള സമയവും പ്രസംഗത്തിൻ്റെ സമയമൊന്നുമില്ല, സെലിബ്രേഷനാണ്. ഇന്നത്തെ പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടുണ്ടോ, യൂത്ത് പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടുണ്ടോ, കൂടുതലും സെലിബ്രേഷനാണ്. അതുപോലെ സ്ക്രിപ്ചറൽ എൻഗേജ്മെൻ്റ് ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റൈലിൽ വരുമ്പോഴേ, പ്രതിസന്ധികൾ വരുമ്പോഴേ പ്രതികരിക്കുന്നത് വലിയ പ്രയാസമാണ്. നമ്മൾ അവരൊരു ഹ്യൂമൻ ബീയിങ്സിനേക്കാളും കൂടുതലായിട്ട് കാരിയർ ബീയിങ്സായിട്ട് തീരുന്നു. ഡിപ്രഷൻ അത് വഴിയെ പോകുന്നൊരു കാര്യമാണ്, എപ്പോഴും വന്നു കയറുന്നൊരു കാര്യമാണ്. ഒരു കുടുംബത്തിലൊരു കുഞ്ഞ് കരഞ്ഞാൽ പോലും ഡിപ്രഷൻ വരികയാണ്. പല കൺസേണാണ്. മാരേജ് ചെയ്യാതിരിക്കുന്ന കൺസേൺ, ഞാൻ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞാവും, കുഞ്ഞായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് മൂത്രം ഒഴിക്കും, അതിൻ്റെ ഡയപ്പർ മാറ്റണം, ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, എനിക്ക് ഓഫീസ് ലൈഫ് കോൺസെൻട്രേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണ് ചെയ്യുന്നത്? ഇതിനകത്തൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പിൽ കൂടെയും ബാക്കി സോഷ്യൽ മീഡിയ കൂടെയൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയർ ഫാമിലിയാണ്, ഹസ്ബൻഡും വൈഫ്. ഇത് അവർക്കൊരു ബലം കിട്ടാനായിട്ട്, അവർക്ക് എവിടുന്നായി ബലം കിട്ടുന്നത്? അവരിത് ഷെയർ ചെയ്യാണ് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് എന്താണ്, കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിക്കുക. ജെൻ സി എന്ന് പറയുന്ന 2000-ന് ശേഷം ജനിച്ച ആളുകളുടെ ഒരു സ്റ്റൈലാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം 25 വയസ്സായിട്ടുള്ള പിള്ളേരുടെ സ്റ്റൈലാണ് പറയുന്നത്. നമുക്കറിയാം, ഫാമിലി ഈസ് ദ പ്ലേസ് ഓഫ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ. നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാം നമ്മുടെ ഫാമിലിയിലാണ് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം സ്ട്രെസ്സിൽ കൂടി കടന്നു പോകുന്ന പേരൻസ് സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്നത്. പിന്നെ പിള്ളേരുടെ കാര്യം പറയണം, പിള്ളേരും അതേ രീതിയിൽ തന്നെ പോകും. ഇന്ന് നല്ല കുഞ്ഞാണെന്ന് ബ്രാൻഡ് ചെയ്യണം, അതാണ് ആവശ്യം. 23% കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ട് വിവാഹത്തിന് താല്പര്യമില്ല. കേരളത്തിലെ സർവേ. പ്രോഡിഗൽ സണ്ണിനെ അറിയാമല്ലോ, പ്രോഡിഗൽ സൺ, പുണ്യൻ പുത്രൻ. അവന് പ്രതിസന്ധികൾ വന്നപ്പോൾ സുബോധം വന്നില്ല. കാരണം അവൻ്റെ ചുറ്റുപാട് എല്ലാം അവൻ്റെ സർക്കംസ്റ്റൻസസ് അങ്ങനെയായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവൻ അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ സിറ്റുവേഷൻ അങ്ങ് ഭയങ്കര വേഴ്സായി കഴിഞ്ഞപ്പോഴേ അവൻ ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് തിരികെ പോകണം, കുടുംബത്തിലേക്ക് വരണമെന്ന് അവൻ തീരുമാനിച്ചു. അല്ലാത്തപ്പോൾ അവനത് ചിന്തിച്ചില്ല. ഇന്നത്തെ യൂത്ത്സും ഇതേപോലെ തന്നെയാണ്. പലപ്പോഴും സാഹചര്യങ്ങളിൽ അവർ തിരിച്ച് ഭവനത്തിലേക്ക് വരികയില്ല. കാരണം എന്താണ്? തിരിച്ച് ഭവനത്തിൽ വരാത്ത കാര്യം, മാതാവും പിതാവും അതിനേക്കാളും വലിയ സ്ട്രെസ്സിലിരിക്കുക. അവരെങ്ങോട്ട് പോവും? അവനെ നേരത്തെ ഞാൻ ഇത് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചില്ലേ, ലഹരിയുടെ പുറകിലേക്ക് പോകും. അതിനുവേണ്ടി ഒരുപാട് സോഴ്സസ് ഇന്ന് അവൈലബിളാണ്, ഓപ്പണാണ്. അതുകൊണ്ട് ഇന്ന് ഏകാന്തത അനുഭവിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയായിട്ട് യൂത്ത് തീർന്നിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. ഭവനത്തിൽ ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. ഭവനത്തിൽ വരാതിരിക്കുന്നത് നല്ലതെന്ന് വിചാരിക്കുന്നു. പലരും ഹോസ്റ്റലിലും പല വർക്ക് പ്ലേസിലും താമസിക്കുന്നു. അവരുടേതായിട്ടുള്ള ജീവിതം. രാത്രിയിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഷെയർ ചെയ്യായിരുന്നു, രാത്രി 9 മണിക്ക് കഴിഞ്ഞ് വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സ് പലയിടത്താണ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്. ദുബായിലുള്ളവരുണ്ട്, ഹൈദരാബാദിലുള്ളവരുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവൻ്റെ ഫ്രണ്ട്സ് പല മേഖലകളിൽ വർക്ക് ചെയ്യുക. അവർ രാത്രി 9 മണി തൊട്ട് രാവിലെ 4 മണി വരെ പബ്ജി കളിക്കും. പിന്നെ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങി രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് പോകും. അവൻ്റെ ജീവിതം എന്താണ്? അവനെ കളിച്ചില്ലെങ്കിൽ ടെൻഷൻ മാറത്തില്ല. അത്രയും കളിച്ചെങ്കിലേ പറ്റുള്ളൂ. അതിന് എല്ലാവരും കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് പബ്ജി കളിക്കുന്നത്. നമ്മുടെ യൂത്തിൻ്റെ പൊസിഷനായി പറയുന്നത്. അവരുടെ ദൈവവചന പഠനം എവിടെ? അവരുടെ പ്രാർത്ഥന എവിടെ? അവർ ഞായറാഴ്ച ഫുള്ള് കിടന്ന് ഉറക്കമായിരിക്കാം. അവരുടെ ലൈഫ് എങ്ങനെയാണ്? ഈ ഒരു രീതിയിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അറിയാൻ വയ്യാതെ, സ്നേഹം എന്താണെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു യൂത്ത്. ഒരു പക്ഷേ മാരീഡ് ആയാൽ പോലും അതിനകത്ത് പോലും ഇങ്ങനെയുള്ള
പല സ്ട്രെസ്സ് വന്നിട്ട് ഡെല്യൂഷണൽ ഡിസോർഡർ, സംശയ രോഗങ്ങൾ വന്ന് ഡൈവേഴ്സ് ആകുന്ന കേസ്. അതുകൊണ്ട് ഫാമിലിയിൽ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഫാമിലിയിൽ ഏറ്റവും ആവശ്യമാണ്. ഓപ്പൺനെസ് ഫാമിലിയിൽ ഏറ്റവും ആവശ്യമാണ്. ഇനിയും അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയാണ് ഫാമിലിയിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. വാട്ട് വി ഹാവ് ടു ഡു ഇൻ ദ ഫാമിലി. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം ചില ഡിസോർഡേഴ്സ് ഇൻ ദ ഫാമിലിയിൽ നമ്മൾ പ്രവേശിക്കാം. അതുകൊണ്ട് ഇന്നെൻ്റെ സമയം തീർന്നു. ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇന്ന് യൂത്തിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞത്. യൂത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഇത് ഫേസ് ചെയ്യുന്ന യൂത്ത്സ് ഉണ്ട്, അവരെ ഡീൽ ചെയ്യേണ്ട പേരൻസും ഉണ്ട്. നിങ്ങൾ തീർച്ചയായും അടുത്ത എപ്പിസോഡുകൾ കാണുക. നമുക്ക് ഏത് രീതിയിൽ അങ്ങനെയുള്ളവരെ ഡീൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ചിന്തിക്കാം. തുടർമാനമായിട്ടിത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അത് പ്രയോജനമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ യൂത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ദൈവമേ, ഒരുപാട് പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന യുവതലമുറ, ദൈവമേ, അവരെ ദൈവസന്നിധിയിലെ ആ വിശ്വാസത്തിൽ നിന്ന് ബലപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ചില കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു. പ്രത്യേകിച്ച് മാരേജിന് സമ്മതിക്കാതെ നിൽക്കുന്നവർ, ചില വൈസസിൻ്റെ അഡിക്ഷനായിരിക്കുന്നവർ, ചില ദുഷിച്ച കൂട്ടുകെട്ടുകളിലാകപ്പെട്ടിരിക്കുന്നവർ, ഈ 3 ടൈപ്പ് ആളുകളെ ഓർത്ത് വിഷമിക്കുന്ന ചില മാതാപിതാക്കളെ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? എല്ലാ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിലെ അന്യോന്യം കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത് അന്യോന്യം ഡിസ്കസ് ചെയ്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ആ കുടുംബത്തിൽ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നീ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, നിലനിർത്തണം. കർത്താവ് എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരകനാണ് എന്ന് മനസ്സിലാക്കി നിന്നിൽ ആശ്രയിപ്പാനായിട്ട് നീ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് വാച്ച് ചെയ്യുക. ഈ രാത്രിയിലും ദൈവം സൂക്ഷിക്കട്ടെ. ആമേൻ.